കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ തലമുടി ഉണങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. തലേ പിന്നെ അതെല്ലാം മുടി കറക്റ്റാകണം, ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് കാര്യം. നല്ല കൊതുകായിരുന്നു ഇന്നലെ രാത്രിയിൽ ഇവിടെ. എന്തോ ഒരു കടിയായിരുന്നു, ദേഹമെല്ലാം കൊതുക് കടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാക്കിയിട്ടിരിക്കും. നിങ്ങൾക്കൊക്കെ കൊതുകുണ്ടോ? ഞങ്ങൾക്കിവിടെ ഭയങ്കര കൊതുകാണ്. കാലെല്ലാം കടിച്ച് ഒരു പരുവമാക്കിയിട്ടിരിക്കും. ഒരു കാലല്ല, 2 കാലും ഇത് തന്നെ കണ്ടോ. കൊതുകിൻ്റെ ശല്യം. ഈ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളൂ ചൊറിഞ്ഞ് മനുഷ്യൻ ചാവും. ഇതാണ് പ്രശ്നങ്ങൾ. കൊതുകിൻ്റെ ശല്യം അപാരം. എടോ, ഞാൻ എൻ്റെ കാലിൻ്റെ വെള്ളയ്ക്കുണ്ടല്ലോ ഒരഴുക്കാകാനേ സമ്മതിക്കത്തില്ല, എനിക്കിഷ്ടമല്ല. കാലിൻ്റെ വെള്ളം എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം, ഉണ്ടോ? അഴുക്കാവത്തില്ല എൻ്റെ കാലിൻ്റെ വെള്ളയ്ക്ക്. അതുപോലെ ഞാൻ സൂക്ഷിക്കുന്നത് എൻ്റെ കാല്. മനുഷ്യൻ്റെയൊക്കെ സ്ത്രീ ആണേലും പുരുഷനാണേലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലാണ്. കാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം. പ്രത്യേകിച്ച് കാലിൻ്റെ വെള്ളം. അത് സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും. ഞാൻ വീടിനകത്തും ചെരുപ്പിട്ടുകൊണ്ടാണ് നടക്കുന്നത്. വീടിനകത്തും ഇട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എത്ര നമ്മൾ വീട് തുടച്ചെന്ന് പറഞ്ഞാലും അവിടെ പൊടി ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവും. അന്നേരം നമ്മൾ വീട് എപ്പോഴും തുടച്ചാലും അതിന് ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് നടക്കും. ഇതിനകത്തിടാനൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടിട്ടുണ്ട്, അതിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അയ്യോ, വീണൂടി ഞാൻ പോയി. സത്യം പറഞ്ഞാൽ കാല് കാണിച്ച് ഞാനൂട് മറിഞ്ഞു പോയി. ആണ് കാര്യങ്ങൾ.